ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെയിറ്റ് ലോസ് ആൻഡ് ഫാറ്റ് ലോസ് ആണ്. ഇപ്പോഴും പല ആൾക്കാർക്കുള്ളൊരു സംശയമെന്നല്ല, ഒരു തെറ്റിദ്ധാരണയാണ് വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഒന്നാണെന്നുള്ളത്. ഇത് രണ്ടും രണ്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു ക്ലയന്റ് അദ്ദേഹത്തിന് വെയിറ്റ് നോക്കുമ്പോഴത്തേക്കും വെയിറ്റിന് യാതൊരു വ്യത്യാസവും കാണുന്നില്ല, പക്ഷെ ബോഡിയിൽ ചേഞ്ചസ് അറിയാൻ സാധിക്കുന്നുണ്ട്. പഴയ വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും ലൂസായിട്ട് തോന്നിക്കുന്നുണ്ട്. അതേപോലെ ബെൽറ്റിന്റെ മെഷർമെന്റിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ കുറെ നാളായിട്ട് വെയിറ്റ് നോക്കുമ്പോഴത്തേക്കും യാതൊരു വ്യത്യാസവും കാണുന്നില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? ഫാറ്റ് ലോസ് ആണ്. ഫാറ്റ് മൊബിലൈസ് ചെയ്തെയാണ് അത്. കാരണം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഫാറ്റ് റെഡ്യൂസ് ആക്കുമ്പോൾ നിങ്ങളുടെ വെയിൻ മെഷീനിൽ കാണിക്കത്തില്ല, ഒട്ടും കാണിക്കുന്നില്ലെന്നല്ല, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്കുള്ള ഒരു വെയിറ്റ് ലോസ് അവിടെ സംഭവിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ഫാറ്റ് ലോസ് അവിടെ ഉണ്ടാവും. നേരെ മറിച്ച് വെയിറ്റ് ലോസ് എന്താണ്? നിങ്ങൾക്ക് വെയിൻ മെഷീനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അത് ഫാറ്റ് ലോസ് മാത്രമാണോന്നില്ല. അതിന്റെ കൂടെ നിങ്ങളുടെ മസിൽ ലോസ് ഉണ്ടാവാം, നിങ്ങളുടെ വാട്ടർ വെയിറ്റ് കുറയുന്നുണ്ടാവാം. അതിന്റെ കൂടെ ഫാറ്റ് ലോസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഫാറ്റ് ലോസ് കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടാവും, വാട്ടർ ലോസ് ഉണ്ടാവും. നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എന്തൊക്കെ ന്യൂട്രീഷൻസ് കുറയുന്നോ അതെല്ലാം ലോസ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അൺഹെൽത്തി ആണെന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പലതരത്തിലുള്ള ക്രാഷ് ഡയറ്റുകൾ നമുക്ക് ഓൺലൈനിൽ കാണാൻ സാധിക്കും. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഡയറ്റാണ് സീറോ കാർബ് ഡയറ്റ് എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് വെയിറ്റ് കുറയും. അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്ടർ വെയിറ്റ് പെട്ടെന്നാണ് കുറയുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും പഴയ കണക്ക് ആഹാരം കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് അൺഹെൽത്തി അല്ല. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാരേജ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷൂട്ടിന്റെയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. പക്ഷെ ത്രൂ ഔട്ട് നിങ്ങൾക്കൊരു, അതായത് ഒരു ലൈഫ് ലോങ് തന്നെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്ന ഈ ക്രാഷ് ഡയറ്റ് ഒന്നും ചെയ്യാതെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക, അതുപോലെ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫാറ്റ് ലോസ് സംഭവിക്കും. ഫാറ്റ് ലോസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മസിലിന് സ്ട്രെങ്തും കൂടെ ആക്കുക. അങ്ങനെയാണ് നിങ്ങൾ യഥാർത്ഥമായ ഒരു ഫാറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഡയറ്റ് വേറൊരാളുടെ കോപ്പി ചെയ്യരുത്. അതേപോലെ നിങ്ങൾ ഓൺലൈനിൽ ഡയറ്റ് ചൂസ് ചെയ്യാൻ നിൽക്കരുത്. പലതരത്തിലുള്ള ക്രാഷ് ഡയറ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. റീസെന്റ് ആയിട്ട് നിങ്ങൾ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും. അതായത് ഓൺലൈനിൽ കൂടെ ഒരു ഡയറ്റ് ചെയ്ത ഒരു ലേഡി മരണപ്പെട്ടു പോയ കാര്യം. അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ സ്വന്തമായിട്ട്, നിങ്ങൾ നാച്ചുറൽ ആയിട്ട്, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ച്, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്ത്, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ലോങ് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഇപ്പം വെയിൻ മെഷീനിൽ നോക്കി, പക്ഷെ വെയിറ്റ് ഒന്നും കുറയുന്നില്ല. കുറെ നാളുടെ വെയിറ്റ് അതേ കണക്കിന് നിൽക്കുന്നുണ്ട്, പക്ഷെ ബോഡിയിൽ ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. കാരണം ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ലൂസായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, ബെൽറ്റിനൊക്കെ മെഷർമെന്റ് വ്യത്യാസം വരുന്നുണ്ട്. അവിടെ ആക്ച്വലി ഫാറ്റ് ലോസ് ആണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണ്, അതായത് നിങ്ങൾക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫാറ്റ് ലോസ് മാത്രമല്ല സംഭവിക്കുന്നത്, നിങ്ങളുടെ മസിൽ വെയിറ്റ് കുറയുന്നുണ്ട്, അതിന് കൂടെ നിങ്ങളുടെ വാട്ടർ വെയിറ്റ് കുറയുന്നുണ്ട്. പല കാര്യങ്ങളും അവിടെ നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ചസ് ആയി വരുന്നുണ്ട്. അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. നേരെ മറിച്ച് നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റ് അവിടെ മൊബിലൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മസിൽസിന് അവിടെ സ്ട്രെങ്തനും കൂടെ ഉണ്ടാവുകയാണ്. ഓക്കെ.